എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൽഫഹാം മസാല പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൂട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അൽഫഹാം ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മസാല വെച്ചിട്ട് മന്തി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് ഒരു ഇരുമ്പിച്ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാദാ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തോരനിക്കൊക്കെ അരയ്ക്കുന്ന ആ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്, നമ്മുടെ ഈ ഒരു ചിക്കന് ടേസ്റ്റ് കൊടുക്കുന്നത് അതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 8 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്. അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നല്ലൊരു മണം വരുന്നത് വരെ നമുക്ക് ചെറു തീയിലിട്ടിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. ഒരുപാട് തീയിട്ട് കൊടുക്കൽ മസാലയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതാണ്ട് ഈ ഒരു പരുവായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടേബിൾ സ്പൂണിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കാം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരുമല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. നിങ്ങൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അതാണ്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതാണ്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോ ചിക്കന് ഒരു 3 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ദാ ഇവിടെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ചൂട് കാണും. അതൊന്ന് പോയതിന് ശേഷം നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ നോക്കണം. ഈ ഒരു മസാല നമുക്ക് മന്തിക്ക് ഉപയോഗിക്കാം കേട്ടോ. ആ ഒരു ചിക്കനിലും ഇതേ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതിന് നല്ലൊരു മസാലയാണിത്. അതിനോടൊപ്പം തന്നെ നമ്മൾ തന്തൂരി ചിക്കനിലൊക്കെ ചേർക്കാം. കണ്ടോ, നല്ലതുപോലെ ഇവിടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം. അതാണ്ട് ഞാനിവിടെ ഒരു കുപ്പിയിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. ഒരു 3-4 മാസം വരെയൊക്കെ ഇതൊന്ന് കേടുകൂടാതെ ഇരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും ഇത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക.